ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇഗ്നൈറ്റിൻ്റെ 8 to 12 ട്യൂഷൻസിൻ്റെ പ്രത്യേകതകളാണ് നമ്മളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈയിടെയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ കോവിഡ് വന്നതിന് ശേഷം കുട്ടികളുടെ എല്ലാവരുടെ ഒരു പഠനത്തിൻ്റെ നിലവാരത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സാങ്കേതിക വിദ്യയുടെ തൊട്ടടുത്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. പക്ഷേ എങ്കിൽ കൂടിയും കുട്ടികളുടെ പെർഫോമൻസ് കുറച്ചുകൂടി താഴ്ത്തിക്കാൻ നമുക്കിത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? അപ്പോൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികളിലുള്ള ഈ എല്ലാ പ്രശ്നങ്ങളും ഒരു പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട്, അതിനെ ഡിസൈനാക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ്സുകൾ എനിക്കും കുറച്ചും കൂടി താല്പര്യം തോന്നിയത്. ആ മെത്തേഡാണ് ഞങ്ങൾ ഇഗ്നൈറ്റിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. അത് ഞങ്ങൾ കോവിഡ് വന്നപ്പോഴും ഈ വളരെ കൃത്യമായി റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളൊരു ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസിൽ മൈക്രോസം ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് മൈക്രോസം ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആർക്കും കൃത്യമായിട്ട് എന്താണ് മൈക്രോസം ക്ലാസ്സസ് എന്നുള്ള രീതി അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മൈക്രോസം ക്ലാസ്സിൽ നിന്ന് ഞങ്ങളത് ലൈവ് ക്ലാസ്സസ് ആക്കി മാറ്റി. അതും ഒരു ഇഗ്നൈറ്റിൻ്റെ മാത്രം ഒരു ടെക്നിക്കായിരുന്നു. അതിലൂടെ തന്നെ നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ള കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള വീഡിയോ അവരുടെ നേരിട്ടുള്ള വന്ന് പറയുന്നത് കേൾക്കുമ്പോഴും അതേപോലെ തന്നെ റിസൾട്ടിലൂടെ അറിയുമ്പോഴും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫുൾ A+ മേടിക്കുന്ന ആ ഒരു കാറ്റഗറി അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ വരുമ്പോൾ നമുക്കൊരു 75% മാർക്ക് മേടിക്കാവുന്നവരാണെങ്കിൽ അവർക്കൊരു 80-85%, 89 അല്ലെങ്കിൽ 90%, അപ് ടു 90% നമുക്ക് അത്ര തന്നെയാണ് ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ ട്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് വരുത്താനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ ഇതിലുള്ള വ്യത്യസ്തത ഈ വർഷം ഓഫ്ലൈൻ ക്ലാസ്സസിലേക്കും കംപ്ലീറ്റ് ആയി മാറിയപ്പോൾ ഞങ്ങൾ അതിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. കൊളാബറേറ്റീവ് ലേണിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ സ്റ്റുഡൻറ് സെൻട്രിക് ആയിരിക്കണം കൊളാബറേറ്റീവ് ലേണിംഗ്. വെറുതെ പറയുന്ന ഒരു കൂട്ടത്തിൽ ഇരുത്തി പഠിപ്പിക്കുന്നതല്ല. കൊളാബറേറ്റീവ് ലേണിംഗിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ കുട്ടികളിൽ ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൊളാബറേറ്റീവ് ലേണിംഗ് നമ്മുടെ ഇഗ്നൈറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മൾ കുട്ടികളുടെ ഇടയിൽ 4 പേര് ഇരുത്തിക്കൊണ്ട് ഒരു ടോപ്പിക്കിന് 4 വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 4 വ്യത്യസ്ത രീതിയിലുള്ള ഡൗട്ട് അവരുടെ മനസ്സിൽ ജനിപ്പിക്കും. ആ ഡൗട്ട് ക്ലിയർ ചെയ്തത് തന്നെ ആ ടോപ്പിക്ക് അവരുടെ മനസ്സിൽ പല രീതിയിലായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് തന്നെ മാർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഞങ്ങളുടെ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് സെൻട്രിക്കും ആണ്, പേഴ്സണലൈസ്ഡ് ആൻഡ് പേസ്ഡ് കോച്ചിങ് എന്ന് പറയുന്നത്. പേസ്ഡ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയുടെ പഠിക്കുന്നതിൻ്റെ രീതിയും അതേപോലെ പഠിക്കാൻ എടുക്കുന്ന സമയവും അതെല്ലാം വ്യത്യസ്തമല്ലേ. ചിലർ പെട്ടെന്ന് പഠിക്കും, ചിലർ പതുക്കെ പഠിക്കും, ചിലർക്കാണെങ്കിൽ എഴുതി പഠിച്ചാലേ കിട്ടുള്ളൂ. അതനുസരിച്ച് തന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ ടെക്നിക്കുകളൊക്കെ തന്നെയും ഒരു രീതിയിൽ ഇറക്കിയതല്ല. ഇതൊരു റിസർച്ചിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ വായിച്ച് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു മെത്തേഡ് ഞങ്ങൾ ഈ ട്യൂഷന്റെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും മെത്തേഡുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ് എന്ന് പറയുമ്പോൾ പലരും ഉദ്ദേശിക്കുന്നുണ്ട് കുട്ടിയെ നോക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടിയെ നോക്കി പഠിപ്പിക്കുക എന്നുള്ളതല്ല, അതിന് കൃത്യമായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിൽ വളരെ കൃത്യമായി നമ്മുടെ ടീച്ചേഴ്സിന് ഞങ്ങൾ ആദ്യം ക്ലാസ് എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് ആ രീതി. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ അവലംബിച്ചൊരു രീതിയാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. വളരെയധികം നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത എന്താണ്. നമ്മൾ തിയറി പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യിപ്പിക്കുന്നതിന് പകരം പ്രോബ്ലം ഒരു വേറൊരു രീതിയിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തിയറി അവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു ഫ്ലിപ്ഡ് ക്ലാസ് റൂം. അതും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. സോ കുട്ടികളെ സംബന്ധിച്ച് സ്റ്റുഡൻറ് സെൻട്രിക് ആയിരിക്കും, അതേപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആൻഡ് പേസ്ഡ് കോച്ചിങ് ആയിരിക്കും, കൊളാബറേറ്റീവ് ലേണിംഗ് ആയിരിക്കും, ഫ്ലിപ്ഡ് ക്ലാസ് റൂംസ് ആയിരിക്കും. ഇതെല്ലാം തന്നെ കുട്ടികളുടെ പെർഫോമൻസ് അനാലിസിസിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ മാറ്റവും അറിയാനായിട്ട് പറ്റും. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ട്രെയിനിങ്ങിന് വിധേയമാക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ
അവരുടെ കൃത്യമായിട്ട് അവരുടെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ മാറ്റി വേറൊരു രീതിയിലേക്ക് ഓറിയന്റ് ചെയ്യുന്നുള്ള രീതിയിലിരിക്കരുത്. നമ്മൾ പുതിയ മെത്തേഡുകൾ എന്താണ്, ടീച്ചിങ്ങിലെ പോസിബിലിറ്റീസ് എന്താണെന്ന് അവരോട് ഡിസ്കസ് ചെയ്യും. സോ ദേ ക്യാൻ അഡാപ്റ്റ് ഒരു നല്ലൊരു മെത്തേഡ് ഏതാണോ അത് നോക്കിയിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ്സ് എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ നമ്മളത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ഈ കോച്ചിങ്ങൾ നമ്മൾ, അത് ഏത് കോച്ചിങ് ആയാലും, കീ കോച്ചിങ് ആയാലും 8 to 12 ട്യൂഷൻ ആയാലും എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനാണ്. നമ്മളുടെ ക്ലാസ് റൂംസിന്റെ നമ്പർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഏത് ബാച്ച് എടുത്താലും 30 സ്റ്റുഡൻസ് മാക്സിമം ഉണ്ടാവുള്ളൂ. അത് നമ്മൾക്ക് ഒരു പ്രത്യേകതയാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, നിങ്ങളുടെ കുട്ടി പോകുന്ന സ്ഥലം 100 പേരുള്ള ഒരു സ്ഥലമാണെങ്കിൽ 9 മണിക്കൂർ ഒരു ക്ലാസ് റൂമിൽ 8 മണിക്കൂർ ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് 8 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് നോക്കി എത്ര മിനിറ്റ് കിട്ടും? ഡെഫിനറ്റ്ലി അതിനേക്കാൾ നല്ല ഉയർന്ന രീതിയിൽ കുട്ടികളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസ്, അതിന് ഉതകുന്ന സമയം, അതിന് ഉതകുന്ന രീതിയിലുള്ള ശ്രദ്ധ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇഗ്നൈറ്റിൽ ലഭിക്കുക. നിങ്ങളൊന്ന് ഞങ്ങളുടെ ഡെമോ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്കൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് വരുന്ന, ഇപ്പോൾ ഒരു കുട്ടീനെ 4 മണിക്കൂറോ 5 മണിക്കൂറോ ഒരു ദിവസം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ചില കുട്ടികളെ നമുക്ക് 2 മണിക്കൂർ പഠിപ്പിച്ചാൽ മതിയോ. ഒരു കുട്ടീനെ നമുക്ക് 10 മിനിറ്റ് പഠിപ്പിച്ചാലും ആ കുട്ടിക്ക് കിട്ടും. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യേണ്ടേ 1 മണിക്കൂറിന് ട്യൂഷനാണ്, അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് 10 മിനിറ്റ് പഠിപ്പിച്ചാൽ ശരിയാവും? 10 മിനിറ്റ് പഠിപ്പിച്ചാൽ കിട്ടുന്ന ഒരു ടോപ്പിക് പഠിച്ച കുട്ടീനെ കൊണ്ട് നമ്മൾ അതിനേക്കാൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള ഒരു ടോപ്പിക് അറ്റൻഡ് ചെയ്യിപ്പിക്കുക, അതിനെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുക, അതൊന്ന് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്കഷൻ വയ്ക്കുക. ഇങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവും. സോ ഞങ്ങളുടെ കോച്ചിങ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഈ ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇഗ്നൈറ്റ് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കൂ. നല്ലൊരു മാറ്റത്തിന് നിങ്ങൾക്ക് ഇഗ്നൈറ്റ് വിശ്വസിക്കാം. താങ്ക് യു.